ഗസ അല്ലേ? നിങ്ങൾ കാണുന്നില്ലേ ഓരോ വീഡിയോസ്? ഗസയിലെ മക്കളുടെ വീഡിയോസ് കാണുമ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ കണ്ണിൽ നിന്ന് 2 തുള്ളി കണ്ണുനീർ ഉറ്റിക്കുന്നുണ്ട്. അതിന്റെ കാരണം എന്താണെന്നറിയോ? നമ്മളെ മക്കളായിരുന്നെങ്കിൽ ആ അവസ്ഥയിലേക്ക് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ഓരോ വീഡിയോസ് കണ്ടു. ചെറിയ കുഞ്ഞു മക്കള് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി അടിപിടി കൂടുന്നത് 1-2 വറ്റിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മളിങ്ങനെ ആലോചിക്കുന്നുണ്ട്, വലിയ ദുരന്തമുണ്ടായ ഫലസ്തീനിൽ, ഗസയിൽ പല മക്കളും ഇന്ന് ഒരിറ്റ് കുടിവെള്ളത്തിന് വേണ്ടി പ്രയാസപ്പെടുന്നു. ഗസയിൽ അവരുടെ മക്കൾ അനുഭവിക്കുന്ന വിശപ്പിന്റെയും സങ്കടത്തിന്റെയും പട്ടിണിയുടെയും പ്രയാസത്തിന്റെയും ഒക്കെ അനുഭവങ്ങളിലൂടെ കൂടി അവരൊക്കെ കടന്നു വന്നു. സുഖവും സൗകര്യവും മാത്രം ഫേസ് ചെയ്ത് ജീവിക്കുന്നവരല്ല നമ്മളെന്നും. അത്രം പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ ചേർത്ത് പിടിക്കണം എന്നൊരു ചിന്തയും കൊടുക്കണം. വിശപ്പ് അനുഭവിക്കുന്ന കുട്ടികളെ ചേർത്ത് പിടിക്കാൻ നമ്മൾ കടന്നു പോകുന്ന സമയത്ത് നമ്മുടെ കൂടെ ഉണ്ടാവുന്നത് നമ്മുടെ മക്കളായിരിക്കും. അത് ആഗ്രഹിക്കുന്നുണ്ട് പലപ്പോഴും, നമ്മളത് ആഗ്രഹിക്കും, അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യും. ഞാൻ പറയുന്നത്, നമ്മളുടെ കുട്ടികൾക്കും നമ്മളുടെ ഉള്ളിലും കുറച്ച് വാല്യൂസ് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. നമ്മുടെ മക്കൾക്ക് അത് നമ്മൾ എത്തിച്ചു കൊടുക്കണം. അവിടെയാണ് നിങ്ങളുടെ ഇമ്പമുള്ള കുടുംബമായി മാറണമെങ്കിൽ ആ കാര്യത്തിലേക്ക് കൂടി നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായത്.